my dear children, welcome to another class of business studies. Today we are going to study the 8th chapter, that is controlling. We know that controlling is the 5th function of management, isn't it? We have studied planning, organizing, staffing, directing, and now the last function, controlling. What is controlling? Controlling is the process through which management ensures that the actual performance conforms to the planned performance. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ഏത് കാര്യം അസൈൻ ചെയ്യുകയാണെങ്കിലും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ്റെ എയിം, അല്ലേ? അപ്പോൾ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? It is the process through which management ensures that the actual performance conforms with the planned performance. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് അത് ഓർഗനൈസ് ചെയ്തു, അത് കഴിഞ്ഞ് എന്താണ്? സ്റ്റാഫിംഗ് നടത്തി, ഡയറക്റ്റിംഗ് നടത്തി, ലാസ്റ്റ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ അതിനെയാണ് പ്ലാൻഡ് പെർഫോമൻസ് എന്ന് പറയുക. ആ പ്ലാൻഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള ആ ഒരു ഡീവിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും. അതായത് ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്തു? ഒരു ടാസ്ക് അസൈൻ ചെയ്തു. ഒരു മന്തിൽ അതായത് ഒരു 1000 പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എങ്കിൽ അതാണ് അവിടെ പ്ലാൻഡ് പെർഫോമൻസ്. അതായത് എത്രയാണോ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ, അതാണ് പ്ലാൻഡ് പെർഫോമൻസ്. ഇനി ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എത്രയാണോ ആ ഒരു എംപ്ലോയി ചെയ്തത്, അതായത് 1000 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതിൽ ഒരു 750 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ ആ ഒരു ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും തമ്മിലുള്ള ഒരു ഡീവിയേഷൻ, എത്രയാണ് അവിടെ ഡിഫറൻസ് വരുന്നത്, എന്തുകൊണ്ടാണ് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയാതിരുന്നത്, അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് ആ ഒരു മെഷേഴ്സ് എടുക്കുന്നതാണ് കൺട്രോളിംഗ്. Okay, so controlling is the 5th function of management. Controlling is the process through which the management ensures that the actual performance conform with the planned performance. അതായത് ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ആക്ച്വൽ പെർഫോമൻസ് എത്രയാണ്? അതായത് ഈ ഒരു ട്രീ ഇത്ര വരെ വളരണം എന്നതാണ് പ്ലാൻഡ് പെർഫോമൻസ്. പക്ഷേ വളർന്നത് എത്രയാണ്? ഇത്രേ വളർന്നിട്ടുള്ളതാണ് ആക്ച്വൽ പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഇതൊരു വർക്ക് റിലേറ്റഡുമായിട്ട് പറയുകയാണെങ്കിൽ ആ ടാർഗറ്റ് കൊടുത്തതാണ് പ്ലാൻഡ്, ചെയ്തതാണ് ആക്ച്വൽ പെർഫോമൻസ്. ഓക്കെ, ഇനി കൺട്രോളിംഗ് ഡിസ്കവേഴ്സ് ദ ഡീവിയേഷൻ ഫ്രം ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ്. അതായത് ആ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എത്രയാണോ, ആക്ച്വൽ പെർഫോമൻസ് എത്രയാണോ, അത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഡീവിയേഷനെ ഡിസ്കവർ ചെയ്യുന്ന, കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോളിംഗ്. സോ കൺട്രോളിംഗ് ഡിസ്കവേഴ്സ് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദി ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഓർ പ്ലാൻഡ് പെർഫോമൻസ്. ഓക്കെ, അതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. It also identifies the reasons for deviations and suggests suitable action to avoid their recurrence in future. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, റീസൺസ് എന്താണ്, ആ റീസൺസ് റെക്ടിഫൈ ചെയ്യാൻ എന്തെല്ലാം സജഷൻസ് എടുക്കണം, അതായത് ഫ്യൂച്ചറിൽ വീണ്ടും അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ എന്തെല്ലാം മെഷേഴ്സ് എടുക്കണം എന്നുള്ളതാണ് കൺട്രോളിങ് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺട്രോളിംഗ് ഐഡൻറ്റിഫൈസ് ദ റീസൺസ് ഫോർ ഡീവിയേഷൻസ് ആൻഡ് സജസ്റ്റ് ദ സ്യൂട്ടബിൾ ആക്ഷൻ ടു അവോയ്ഡ് ദോസ് റെക്കറൻസ് ഇൻ ദെയർ ഫ്യൂച്ചർ. ഓക്കെ, ഇപ്പോൾ ഒരു മെഷീൻ എന്തായി? പ്രോബ്ലം വന്നു, അപ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായില്ല? പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതെന്താണ്? അവിടെ റീസൺ വന്നത് മെഷീൻ ഗോട്ട് പ്രോബ്ലം, അല്ലേ? അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ എന്ത് ചെയ്യാം? ആ ഒരു മെഷീനിന് പകരം എന്ത് ചെയ്യാം? ഒരു എക്സ്ട്രാ ഒരു മെഷീനും കൂടി എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കണ്ടെത്താം. അപ്പോൾ ഒരു മെഷീൻ കേട് വന്നാലും നെക്സ്റ്റ് മെഷീൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള റെക്ടിഫിക്കേഷൻ മെഷേഴ്സൊക്കെ എടുക്കാം. അപ്പോൾ അതാണ് കൺട്രോളിങ്ങുമായി റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോളിംഗ് ഐഡൻറ്റിഫൈസ് ദോസ് റീസൺസ് ആൻഡ് ദോസ് സജഷൻസ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ്. ഫസ്റ്റ്, അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. നമുക്കറിയാം, ഏത് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ ഒരു ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എന്ത്? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്.
പ്ലാനിങ് ആണെങ്കിലും ഓർഗനൈസിങ് ആണെങ്കിലും സ്റ്റാഫിംഗ് ഡയറക്റ്റിംഗ് ഒക്കെ എന്താ ഡയറക്റ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. That is, it measures actual performance with standards and making corrective actions on deviations so that the organization can achieve its goals smoothly. നമ്മൾ പറഞ്ഞു കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡീവിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഡീവിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അത് എന്ത് ചെയ്യാൻ കഴിയും? ഈസിലി അത് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു ഡിലേ വരുന്നില്ല. ഫസ്റ്റ് എന്താണ്? അക്കംപ്ലിഷിംഗ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ഇനി സെക്കൻഡ് വൺ, ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. That is, controlling helps to check the accuracy of standards in changing environment, which helps to revise the standards if needed. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ എന്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്ത് മെഷേഴ്സ് ആണോ എടുക്കുന്നത് ആ മെഷേഴ്സ് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതായത് നമ്മൾ കൊടുത്ത ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എത്രത്തോളമാണ് ആ മെഷേഴ്സ് നമുക്ക് ഇഫക്റ്റീവ്, അല്ലെങ്കിൽ അത് മാറ്റി വേറെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷേഴ്സ് എടുക്കണോ, അങ്ങനെയുള്ള ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ആക്യുറസി മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ജഡ്ജിങ് ദി ആക്യുറസി ഓഫ് ദി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ റിവൈസ് ദി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു മെഷർ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ എന്തുണ്ട്, കോസ്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അത് അത്ര ഇഫക്റ്റീവ് അല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു മെഷർ മാറ്റി നെക്സ്റ്റ് മെഷർ എടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ റിവൈസിങ് ദ സ്റ്റാൻഡേർഡ്സ് ഇഫ് നീഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആക്യുറസി ചെക്ക് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ പറയുന്നത്. ഇനി എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ദാറ്റ് ഈസ് കൺട്രോളിംഗ് സീക്സ് ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. നമുക്കറിയാം എപ്പോഴും ഏത് ടൈപ്പാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ല, നമ്മളിപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും ഒരു കൺട്രോൾ വരുന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും അല്ലേ? അതല്ല നമ്മൾ പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാതെ ആളുടെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ കാര്യം അത്ര ഇഫക്റ്റീവ് ആവണമെന്നില്ല. നേരെ മറിച്ച് എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കണം. അത് എന്തായി, അത് ചെയ്തു കഴിഞ്ഞോ, അല്ലെങ്കിൽ എത്രത്തോളം എത്തി എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ഫീഡ്ബാക്ക് ഉള്ളപ്പോൾ അതൊന്നുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും. സോ അവിടെ എന്തുണ്ട്? എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും? കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ റിസോഴ്സസ് ഒക്കെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും അവിടെ വേസ്റ്റേജസ് ഒക്കെ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടെ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇംപ്രൂവിങ് എംപ്ലോയി മോട്ടിവേഷൻ. Controlling ensures employee awareness regarding what is expected to do and what is the standards fixed on him so that he can be motivated to give better performance. നമ്മൾ പറഞ്ഞു കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും തമ്മിലുള്ള ഒരു ഡീവിയേഷൻ അല്ലേ? സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ്. ഫസ്റ്റ് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കൺട്രോളിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ഓർഗനൈസേഷനിലെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണോ ആ സ്റ്റാൻഡേർഡ്സിൻ്റെ ആക്യുറസി എത്രത്തോളം അത് എഫക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ കൺട്രോളിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ജഡ്ജിങ് ദ ആക്യുറസി ഓഫ് ദി സ്റ്റാൻഡേർഡ്സ്. ആൻഡ് കൺട്രോളിംഗ് ഹെൽപ്സ് ഇൻ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ദി റിസോഴ്സസ് ബൈ കൺട്രോളിംഗ് ദ വേസ്റ്റേജസ്. It improves the employee motivation by detecting their deviation between the actual performance and their planned performance. By helping them in their work, by providing support in their work, it helps their motivation. It ensures order and discipline in the organization. By proper coordination between the activities of different departments, controlling is possible. And the last one is decision making. ഇവിടെ coordination എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് വൺ is decision making. That is, controlling helps in the process of decision making in the organization, both in the present activities and in the future activities. Okay. Next, which are the limitations of controlling? First, difficulty in setting standards. അതായത് ഒരു മെഷർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ടാണ്. കാരണം ഏത് മെഷറാണ് അവിടെ ഇഫക്റ്റീവ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യേണ്ടത്. സോ ദർ ഈസ് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. കൺട്രോളിംഗ് വിൽ ബി ഇഫക്റ്റീവ് ഓൺലി വെൻ സ്റ്റാൻഡേർഡ്സ് ആർ ഫിക്സ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അതായത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അല്ലെങ്കിൽ ഇത്ര നമ്പേഴ്സ് അങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഫിക്സ് ചെയ്താൽ മാത്രമേ കൺട്രോളിംഗ് എന്താവുള്ളൂ, ഇഫക്റ്റീവ് ആവുകയുള്ളൂ.
അതായത് എംപ്ലോയി മൊറൈൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ റെസ്പോൺസ് എക്സെട്ര കനോട്ട് ബി എക്സ്പ്രസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി സോ ദാറ്റ് കൺട്രോളിംഗ് ബിക്കംസ് ലെസ് ഇഫക്റ്റീവ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നമ്പറിൽ അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതാണ് എന്ത്, എംപ്ലോയി മൊറൈൽ. അതുപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഒരു എംപ്ലോയിയുടെ ജോബ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാം, അല്ലാതെ അത് എത്രത്തോളമാണ് എന്നൊരു ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ കസ്റ്റമർ റെസ്പോൺസ്, നമ്മൾ ചോദിച്ചാലും ആ ഗുഡ് അല്ലെങ്കിൽ എക്സലൻറ്റ്, വെരി ഗുഡ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു ന്യൂമറിക്കൽ ടേംസിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത് ലെസ് എഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ എന്താണ്, ലിറ്റിൽ കൺട്രോൾ ആവാം കൺട്രോളിങ്ങിന് ഉണ്ടാകുന്നത്. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഗവൺമെൻറ് പോളിസി, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻ എക്സെട്ര കനോട്ട് ബി കൺട്രോൾഡ് ബൈ ദി ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സായ ഗവൺമെൻറ് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ് കൂടി അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിന് വേറെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുപോലെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റേറ്റീവ് ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൊന്നും ഓർഗനൈസേഷൻ എന്ത് ചെയ്യില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതെന്താണ്, ഒരു ഡീമെറിറ്റ് ആണ്. അതായത് ലെസ് കൺട്രോൾ അല്ലെങ്കിൽ ലിറ്റിൽ കൺട്രോൾ ഓൺ ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് ആണ് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. അതായത് ചില സമയത്ത് എന്തില്ല, നമ്മൾ കൺട്രോൾ ചെയ്താലും എംപ്ലോയീസ് അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. എംപ്ലോയീസിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് പവർ അവിടെ ഉണ്ടാവും, അത് അവരെ ഒപ്പോസ് ചെയ്ത് നിൽക്കും. അതെന്താണ്, ഒരു ഡീമെറിറ്റ് ആണ്. എംപ്ലോയീസ് മേ ഒപ്പോസ് ദ കൺട്രോൾ മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഫേം ബിക്കോസ് ദേ മേ ഫീൽ ദാറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ് ദെയർ ഫ്രീഡം. അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനാണ്, അവിടെ എംപ്ലോയീസ് തോന്നിയ സമയത്ത് വരുന്നു പോകുന്നു അങ്ങനെയുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു മാനേജർ പറഞ്ഞു ഇനി മുതൽ മോർണിംഗ് എന്തുണ്ട്, പഞ്ചിങ് ഉണ്ടായിരിക്കും. അപ്പോൾ മോർണിംഗ് ഒരു 9:30 തന്നെ നിങ്ങൾ പഞ്ച് ചെയ്യണം, അതുപോലെ വൈകിട്ട് 4 മണിക്ക് പഞ്ച് ചെയ്യണം എന്ന് പറയും. പക്ഷേ എംപ്ലോയീസ് എന്ത് ചെയ്യാം, ചില സമയത്ത് ഒപ്പോസ് ചെയ്യാം. കാരണം 9:30 വന്ന് പഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ സാലറി കട്ടാവുമെന്നൊക്കെ പറയുമ്പോൾ അതെന്ത് ചെയ്യാം, അത് പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഒരു കൺട്രോൾ വരുമ്പോൾ അത് ഒപ്പോസ് ചെയ്യാം. അപ്പോൾ ചില സമയത്ത് എന്തുണ്ട്, എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസിസ്റ്റൻസ് എന്താണ്, ചില സമയത്ത് കൺട്രോളിനൊരു പ്രോബ്ലമായിട്ട് വരാം. എക്സാമ്പിൾ CCTV, പഞ്ചിങ് സിസ്റ്റം, ഫീഡ്ബാക്ക് കോൾസ് ടു കസ്റ്റമേഴ്സ് ഒക്കെ എന്താണ്, ചില സമയത്ത് ഇതിന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഒപ്പോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് കോസ്റ്റ്ലി അഫെയർ. That is, small organizations cannot afford to install an effective control system as it is very costly. അപ്പോൾ ഈ പറഞ്ഞതുപോലെ CCTVയോ അല്ലെങ്കിൽ പഞ്ചിങ് സിസ്റ്റം ഒക്കെ എന്താണ്, എല്ലാ ഓർഗനൈസേഷനും അഡാപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതെന്താണ്, ഒരു കോസ്റ്റ്ലി മാറ്റർ അല്ലെങ്കിൽ കോസ്റ്റ്ലി അഫെയർ ആണ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. ഏതൊക്കെയാണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ കൺട്രോളിങ് എന്തില്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഏത് സ്റ്റാൻഡേർഡാണ് ഏറ്റവും ഇഫക്റ്റീവ് എന്നുള്ള കാര്യം ആദ്യം നോക്കണം അല്ലേ. സോ ദർ ഇസ് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലെസ് കൺട്രോൾ ഓൺ ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതായത് ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് ഫാക്ടേഴ്സിലുള്ള എന്താണ്, കൺട്രോളിങ്ങിന് ലെസ് ഇമ്പോർട്ടൻസേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസി ഓർ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓർ കോമ്പറ്റീഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ലെസ് കൺട്രോൾ ആണ്. അടുത്തത് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. ദാറ്റ് ഈസ് ദ എംപ്ലോയീസ് മേ റെസിസ്റ്റ് ഇൻ മെനി ഫാക്ടേഴ്സ്. That is, they may resist or they may oppose, like the fixation of CCTV or the installation of punching system and so on, or feedback from customers and so on. And it is a costly process because some organizations may not be in a position to install all these facilities. So these are the limitations of controlling. Next, the relationship between planning and controlling. Planningum controllingum തമ്മിലുള്ള relationship എങ്ങനെയാണ് എന്ന്. The entire planning process will turn to be waste unless adequate control measures are exercised. നമുക്കറിയാം പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു കാര്യം ഡിസൈഡിങ് വാട്ട് ഈസ് ടു ഡു ആൻഡ് വെൻ ഇറ്റ് ഈസ് ടു ഡു അല്ലേ. ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം
എന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണ് പ്ലാനിങ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം എന്ത് ചെയ്യുക, തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഓവറോൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ. അപ്പോൾ അതിലെ ലാസ്റ്റ് പ്രോസസ്സാണ് കൺട്രോളിങ്. അപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ പറയുന്നത് എന്താ? നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്താണ്? കംപ്ലീറ്റ് വേസ്റ്റ് ആണ് അല്ലേ? അതായത് പ്ലാനിങ് പ്രോസസ്സ് എന്ത് ചെയ്യും? വിൽ ബി എ വേസ്റ്റ് അൺലെസ് ആഡിക്വേറ്റ് കൺട്രോൾ മെഷേഴ്സ് ആർ എക്സസൈസ്ഡ്. അതായത് ആഡിക്വേറ്റ് കൺട്രോൾ അല്ലെങ്കിൽ അവിടെ കൺട്രോളിങ് ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്താവും? ഒരു വേസ്റ്റ് ആയിട്ട് മാറാം. അപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ്, ഇവിടെ നിന്നാണ് പ്ലാനിങ് തുടങ്ങുന്നത്. ആ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യും? ആ ആഡിക്വേറ്റ് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താ? ഇന്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻസെപ്പറബിൾ. പ്ലാനിങ്ങും കൺട്രോളിങ്ങും എങ്ങനെയാണ്? ബോത്ത് ആർ ഇന്റർ ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ ആൻഡ് ഇൻസെപ്പറബിൾ. അതെന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഈസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആർ ഇന്റർഡിപെൻഡൻറ്റ് ആൻഡ് ഇൻസെപ്പറബിൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. വിത്തൗട്ട് എ പ്ലാൻ ദർ ഇസ് നത്തിങ് ടു കൺട്രോൾ. അല്ലേ? നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യാൻ ഒന്നുമില്ല. അതായത് നമുക്കൊരു കാര്യം, ഈ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മുടെ മുന്നിൽ ഒന്നും ചെയ്യാനില്ല, അപ്പം നമ്മൾ എന്താ പിന്നെ കൺട്രോൾ ചെയ്യുക? സോ വിത്തൗട്ട് പ്ലാനിങ് ദർ വിൽ ബി നോ കൺട്രോളിങ്. അതാണ് ഇവിടെ പറയുന്നത്. Thus planning is useless without control and controlling is useless without plan. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻസെപ്പറബിൾ ആണ്. ഒന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്റർ റിലേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ഈച്ച് അതർ. അതായത് പ്ലാനിങ് മേക്സ് കൺട്രോളിങ് ഈസിയർ ആൻഡ് ഇഫക്റ്റീവ്. കൺട്രോളിങ് റിവീൽസ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് പ്ലാൻസ് ആൻഡ് കോൾസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഇവിടെ എന്താണ്? രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്, അതുപോലെ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇൻസെപ്പറബിൾ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഇന്റർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നിനോട് റിലേറ്റഡ് ആണ്. ആൻഡ് റീഇൻഫോഴ്സ് ഈച്ച് അതർ. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ട ആ ഒരു മോട്ടിവേഷൻ ഏതാണ്? മറ്റൊന്നാണ്. അതായത് പ്ലാൻ ചെയ്യാൻ മോട്ടിവേഷൻ എന്താണ്? അല്ലെങ്കിൽ പ്ലാനിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് കൺട്രോളിംഗ് ആണ്. അതുപോലെ കൺട്രോളിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് പ്ലാനിങ് ആണ്. അതായത് ആ ഒരു പ്ലാനിങ് എന്നത് എന്താണ്? കൺട്രോളിങ്ങിനെ ഒന്നുകൂടി ഈസിയർ ആക്കാനും ഇഫക്റ്റീവ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ കൺട്രോളിങ് ആണെങ്കിലോ ആ എടുത്ത പ്ലാനിൽ എന്തെങ്കിലും പോരായ്മ, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനും ഫ്യൂച്ചറിൽ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് പ്ലാനിങ്ങും കൺട്രോളിങ്ങും എന്താണ്? ഇന്റർ റിലേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ടു ഈച്ച് അതർ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ലുക്കിംഗ് അഹെഡ് ആൻഡ് ലുക്കിംഗ് ബാക്ക്. അതായത് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഭാവിയിലേക്ക് നോക്കുന്നതാണ്. അതുപോലെ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എന്താ? എടുത്ത പ്ലാന് ഓക്കെ ആണോ എന്ന് നോക്കുന്നത്, അതായത് പിന്നിലേക്ക് നോക്കുന്നത്. ലുക്കിംഗ് ബാക്ക് ആണ്. അപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്ത് പറയാം? ലുക്കിംഗ് അഹെഡ് ആൻഡ് ലുക്കിംഗ് ബാക്ക്. ദാറ്റ് ഈസ് പ്ലാനിങ് ഈസ് ലുക്കിംഗ് അഹെഡ് ആൻഡ് വൈൽ കൺട്രോളിങ് ഈസ് ലുക്കിംഗ് ബാക്ക്. എടുത്ത പ്ലാന് ഓക്കെ ആണോ എന്ന് നോക്കുന്നതാണ് ഇത് കൺട്രോളിങ്. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ ഫ്യൂച്ചർ. നമുക്കറിയാം പ്ലാൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്ലാൻ എങ്കിൽ കൺട്രോളിങ് എന്താണ്? ഇറ്റ് ഈസ് എ പോസ്റ്റ്മോർട്ടം ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ്. അതായത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം. അതാണ്. സോ ദീസ് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. എന്താണ്? ഫസ്റ്റ് നമുക്ക് പറയാം പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇന്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻസെപ്പറബിൾ ഫാക്ടേഴ്സ്. പിന്നെന്താണ്? ബോത്ത് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് റീഇൻഫോഴ്സ് ടു ഈച്ച് അതർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ലുക്കിംഗ് അഹെഡ് ആൻഡ് ലുക്കിംഗ് ബാക്ക്. ഓക്കെ, സോ ദീസ് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ഇനി അടുത്തതാണ് കൺട്രോളിങ് പ്രോസസ് ഓർ വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ കൺട്രോളിങ് പ്രോസസ് ഓർ വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ്. അപ്പോൾ എന്തൊക്കെയാണ് കൺട്രോളിങ് പ്രോസസ്? Mainly there are 5 steps. That is, first setting standards, second one measurement of actual performance, third one comparison of actual performance,
ഫോർത്ത് വൺ അനലൈസിങ് ഡീവിയേഷൻസ് ആൻഡ് ഫിഫ്ത്ത് വൺ ടേക്കിംഗ് കറക്റ്റ് ആക്ഷൻസ്. അതായത് നമ്മൾ കൺട്രോളിങ് എന്താണ് എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. കൺട്രോളിങ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു കാര്യം, അതായത് എടുത്ത പ്ലാന് ഏറ്റവും ഇഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് അതിന് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യണം എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് എന്താ, രണ്ടാമത് എന്താണ്, ആക്ച്വൽ പെർഫോമൻസ്, അതായത് ആ ഒരു എംപ്ലോയി ചെയ്ത പെർഫോമൻസ് എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അത് കഴിഞ്ഞാൽ എന്താ, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, അതായത് ആക്ച്വൽ പെർഫോമൻസും എത്രയാണോ ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരുന്നത് ആ ഒരു പ്ലാൻഡ് പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞ് അനലൈസിങ് ഡീവിയേഷൻസ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ലാസ്റ്റ് വൺ ടേക്കിംഗ് കറക്റ്റ് ആക്ഷൻസ്. അപ്പോൾ അങ്ങനെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ള റീസൺസ്, എന്തെല്ലാം കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നതാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So the first step in the controlling process is setting performance standards. അതായത് എത്രയാണ് ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. To achieve the goals, standards of performance have to be determined in planning itself. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം, എന്താണ് ടാർഗറ്റ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു പ്ലാൻഡ് പെർഫോമൻസ് എത്രയാണ് എന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ സ്റ്റാൻഡേർഡ്സ് തന്നെ ടു ടൈപ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് അല്ലേ. അതായത് സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ബി ഇൻ കോൺക്രീറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഫോംസ് വിച്ച് വിൽ മേക്ക് ഇവാലുവേഷൻ പ്രോസസ് ഈസി. അതായത് എന്താണ്, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ളതും ടാഞ്ചിബിൾ ഫോംസ് എന്ന് പറയുമ്പോൾ വിച്ച് ക്യാൻ ബി സീൻ ഓർ ടച്ച്ഡ്. അപ്പോൾ അങ്ങനെയുള്ള ടാഞ്ചിബിൾ ഫോംസിലുമായിരിക്കണം എന്ത് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എംപ്ലോയിയോട് പറയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ 1 യൂണിറ്റ് ഈസ് 100. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താ, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ് അവിടെ എമൗണ്ട് വരുന്നത് 100 ആണ് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് ആണ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്, അതായത് ആ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് പറയുന്നത് പോലെ സ്റ്റാൻഡേർഡ്സ് ക്യാൻ ഓൾസോ ബി ഇൻ ഇൻടാഞ്ചിബിൾ ഫോം. അതായത് അതിൻ്റെ ക്വാളിറ്റി പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. അതായത് ദ റിസൾട്ട്സ് എക്സ്പെക്റ്റഡ് ഫ്രം എ ട്രെയിനിങ് പ്രോഗ്രാം അല്ല, അതെന്താണ്, ഒരു ക്വാളിറ്റിയാണ്. ലോയൽറ്റീസ് ഓഫ് വർക്കേഴ്സ്, അതായത് വർക്കേഴ്സ് എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇംപ്രൂവിങ് മോട്ടിവേഷണൽ ലെവൽ ഓഫ് ദി എംപ്ലോയീസ്, അതായത് എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷനിൽ നിലനിർത്തുക എന്നുള്ളത് എന്താണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് അതുകൂടി സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്താണ്, എംപ്ലോയീസിൻ്റെ ആ ഒരു ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് കൂടി നോക്കണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്തു, അതാണ് സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. രണ്ടാമത്തത് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, എത്രയാണ് ആ ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഒരു വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഷുഡ് ബി മെഷേർഡ്. അതായത് ആ ഒരു പറഞ്ഞ ടൈമിനുള്ളിൽ അത്ര പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, എന്താണ് ആ ഒരു ക്വാളിറ്റി, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, അവിടെ ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഉണ്ടോ, അതല്ല പറഞ്ഞ സ്റ്റാൻഡേർഡിനനുസരിച്ചാണോ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താ, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, ഫസ്റ്റ് പ്ലാൻ ചെയ്തു, രണ്ടാമത്തത് എന്തുവാ, പറഞ്ഞ വർക്ക് ചെയ്തു, അതായത് ആക്ച്വൽ പെർഫോമൻസ് ചെയ്തു. മൂന്നാമത്തത് എന്താണ്, ഈ ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും തമ്മിലുള്ള കമ്പാരിസൺ. That is, comparison of the actual performance with the standards reveals the deviations between actual and desired result. അതായത് നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് ആക്ച്വൽ പെർഫോമൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്ന, അതിനെന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താ, അനലൈസിങ് ദ ഡീവിയേഷൻസ്.
അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്തുണ്ട്, ഡീവിയേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ് ഡീവിയേഷൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് അനലൈസിങ് ദ ഡീവിയേഷൻസ്. ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻസ് ആൻഡ് കോസസ് ഓഫ് സച്ച് ഡീവിയേഷൻസ് ആർ ടു ബി ഫൗണ്ട്. അതായത് എത്രത്തോളമാണ് അതിൻ്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട്, എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നൊക്കെയുള്ള ആ ഒരു കോസസ് ആൻഡ് റീസൺസ് മനസ്സിലാക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് അനലൈസിങ് ദ ഡീവിയേഷൻസ്. It is important to ascertain whether deviations are within the expected range. അതായത് നമ്മൾ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു റേഞ്ചിനനുസരിച്ച് തന്നെയാണോ ഡീവിയേഷൻസ് വന്നിട്ടുള്ളത്, അതല്ല ഒരുപാട് ഡീവിയേഷൻസ് വന്നിട്ടുണ്ടോ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1000 പ്രോഡക്ട്സ് ആണ് എന്ത് ചെയ്തിരുന്നത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നായിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ്. പക്ഷേ വന്നത് എത്രയാണ്, 750 ആണ് വന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ടോ, അതല്ല ചെറിയ ഡിഫറൻസ് ആണോ എന്നുള്ള ആ ഒരു ഡീവിയേഷൻ മനസ്സിലാക്കുന്നതാണ് അനലൈസിങ് ദീസ് ഡീവിയേഷൻസ്. ഡീവിയേഷൻസ് ഇൻ കീ ഏരിയാസ് ഓഫ് ബിസിനസ് റിക്വയർ അർജൻറ്റ് അറ്റൻഷൻ. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഏറ്റവും ടോപ്പ് ലെവൽ പ്രോബ്ലംസ് ആണോ, അതായത് ഇവിടെ ഒരു ബിസിനസ്സിനെ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണോ അതിലെ ഡീവിയേഷൻസ് എന്ന് ഉള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അങ്ങനെ ബിസിനസ്സിനെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഡീവിയേഷൻ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, അർജൻറ്റ് അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡീവിയേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിച്ച് ആർ ദ മെത്തേഡ്സ് ഓഫ് അനലൈസിങ് ഡീവിയേഷൻസ് ഇൻ കീ ഏരിയാസ്. നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ കീ ഏരിയാസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ എങ്ങനെയാണ് ഡീവിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് അനലൈസിങ് ഡീവിയേഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് ക്രിറ്റിക്കൽ പോയിന്റ് കൺട്രോൾ. ആ പേര് പോലെ തന്നെ ക്രിറ്റിക്കൽ പോയിന്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, ദ കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ കീ റിസൾട്ട് ഏരിയാസ് വിച്ച് ആർ ക്രിറ്റിക്കൽ ഇൻ ദ സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇതൊരു ഓർഗനൈസേഷനെ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫാക്ടേഴ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആ ഒരു ഡിഫറൻസിൽ വരുന്നതെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രിറ്റിക്കൽ പോയിന്റ് കൺട്രോൾ. അപ്പോൾ ഇവിടെ പറയുന്ന KRA എന്ന് പറയുന്നത് കീ റിസൾട്ട് ഏരിയാസ്, അതായത് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതാണ് കീ റിസൾട്ട് ഏരിയാസ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഏരിയയിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ബിസിനസ്സിനെ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് അവിടെ എന്തുണ്ട്, അർജൻറ്റ് അറ്റൻഷൻ വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് ദീസ് കീ റിസൾട്ട് ഏരിയാസ് ആർ ദ ക്രിറ്റിക്കൽ പോയിന്റ്സ്. ഇഫ് എനിത്തിങ് ഗോസ് റോങ് അറ്റ് ദിസ് ക്രിറ്റിക്കൽ പോയിന്റ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ വിൽ സഫർ. അതായത് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ 1000 സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു എന്ത് ചെയ്യേണ്ടിയിരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നത്. അതിൽ 750 ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന ക്രിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 500 ആണ് ഓൾറെഡി ഓർഡർ ഉള്ളത്. അതായത് ആ ഒരു ദിവസത്തെ ഓർഡർ ഉള്ളത് 500 ആണ്. അപ്പോൾ ആ 500 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ എന്തില്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല, ആ പറഞ്ഞ ഓർഡർ നമുക്ക് കൊടുക്കാൻ കഴിയും. നേരെ മറിച്ച് അവിടെയുള്ള ആ ഒരു ഓർഡർ ഒരു 850 ആണെങ്കിൽ ബാക്കിയുള്ള ആ ഒരു 100 പ്രോഡക്ട്സ് എന്താണ് അവിടെ ലാക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. ഓർഡേഴ്സ് എടുത്ത ആ ഒരു കസ്റ്റമേഴ്സിനോട് നമ്മൾ എന്ത് പറയേണ്ടി വരും, ആ പ്രോഡക്റ്റ് റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ, ഓർഗനൈസേഷൻ്റെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ റിസൾട്ട് ഏരിയാസിൽ എന്തെങ്കിലും ഡീവിയേഷൻ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അത് റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്രിറ്റിക്കൽ പോയിന്റിൽ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് എൻറ്റയർ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, 5% ഇൻക്രീസ് ഇൻ ലേബർ കോസ്റ്റ് ഇസ് എ സീരിയസ് മാറ്റർ ദാൻ 20% ഇൻക്രീസ് ഇൻ ദ പോസ്റ്റൽ ചാർജസ്. അതായത് ഇപ്പോൾ പോസ്റ്റൽ ചാർജസിൽ ഒരു ചേഞ്ച് വന്നു, അതായത് 20% ഇൻക്രീസ് ചെയ്തു പോസ്റ്റൽ ചാർജസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ആ ഒരു ഓർഗനൈസേഷനെ അത്ര വേഗം എഫക്റ്റ് ചെയ്യില്ല. അതായത് പോസ്റ്റൽ ചാർജസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആണ്, അതിലൊരു 20% ഇൻക്രീസ് വന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അത് അത്ര എഫക്റ്റ് ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ 5% ഇൻക്രീസ് ഇൻ ദ ലേബർ കോസ്റ്റ് ഇസ് എ സീരിയസ് മാറ്റർ. 5% തന്നെ ലേബർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ
പോസ്റ്റൽ ചാർജസ് ഒരു 20% ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് ലേബർ കോസ്റ്റ് 5% കൂടുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ചെറിയ ഒരു എക്സ്പെൻസ് ആണ് കൂടുന്നത് എങ്കിൽ നമുക്ക് വലിയ ഒരു പ്രോബ്ലം വരില്ല. നേരെ മറിച്ച് ഓൾറെഡി വലിയൊരു എക്സ്പെൻസ് നമുക്കുണ്ട്, അത് തന്നെ വീണ്ടും അതിൻ്റെ പെർസെൻറ്റേജ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സീരിയസ് മാറ്ററാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ, ഡീവിയേഷൻ അനലൈസ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, MBE ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ഇവിടെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്താ, എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കണം. പക്ഷേ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയാൽ മതി. അതാണ് ഇവിടെ പറയുന്നത്. ഓൾ ഡീവിയേഷൻസ് നീഡ് നോട്ട് ബി ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ദി ടോപ്പ് മാനേജ്മെൻറ്റ്, ഓൺലി ഇമ്പോർട്ടൻറ്റ് വൺസ് ഷുഡ് ബി ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ദി ടോപ്പ് മാനേജ്മെൻറ്റ്. That is only those deviations which seem exceptionally high and which cannot be easily solved by lower management alone should be reported to top management. അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത അങ്ങനെയുള്ള ഡീവിയേഷൻസ് മാത്രമേ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഇവിടെ എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്, MBE. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തത് എന്താണ്, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. തേർഡ് വൺ കമ്പയറിംഗ് ഓഫ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ പ്ലാൻഡ് പെർഫോമൻസ്, കമ്പയർ ചെയ്യുക. ഫോർത്ത് വൺ എന്താ, അനലൈസിങ് ദ ഡീവിയേഷൻസ്. അപ്പോൾ ഡീവിയേഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, രണ്ട് മെത്തേഡ്സ് പറഞ്ഞു. അതായത് കൺട്രോൾ പോയിന്റ് ആൻഡ് ദ സെക്കൻഡ് വൺ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇപ്പോൾ എന്ത് ചെയ്തു, ഡീവിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡീവിയേഷൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ട മെഷേഴ്സ് എടുക്കണം. ആസ് സൂൺ ആസ് ഡീവിയേഷൻസ് ആർ റിപ്പോർട്ടഡ്, ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദി എക്സിക്യൂട്ടീവ്സ് to take steps to correct the past actions so that deviations may not occur again and the plans are properly executed. അപ്പോൾ അങ്ങനെയുള്ള ഡീവിയേഷൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഒരു ഡീവിയേഷൻ സോൾവ് ചെയ്യാൻ വേണ്ട മെഷേഴ്സ് എക്സിക്യൂട്ടീവ്സ് എടുത്തിരിക്കണം. അതായത് സെയിം പ്രോബ്ലം തന്നെ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അതായത് അത് ബിസിനസ്സിനെ ബാധിക്കാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു മെഷേഴ്സ് എക്സിക്യൂട്ടീവ്സ് എടുത്തിരിക്കണം. അതാണ് ടേക്കിംഗ് ദ കറക്റ്റീവ് ആക്ഷൻസ്. That is, if there is no deviation or if the deviation is within the permissible limit, let the situation remains as it is. പിന്നെ ചില ഡീവിയേഷൻസ് അല്ലെങ്കിൽ ചില ഡിഫറൻസ് എന്തുണ്ടാവും, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ഡിഫറൻസസ് ആയിരിക്കാം, അത് ബിസിനസ്സിനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഡീവിയേഷൻസ് ഒക്കെ അത് അങ്ങനെ തന്നെ പോട്ടെ എന്നും തീരുമാനിക്കും. So these are the controlling process. ഏതൊക്കെയാണ്, ഫസ്റ്റ് സെറ്റിംഗ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, third comparing the actual performance with the standards, last analyzing the deviations and next taking corrective actions. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ്. ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് കൺട്രോളിങ് പ്രോസസ്സിൽ ഒരു പ്രോബ്ലം വരും അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ വരും, അതിനെടുക്കുന്ന കറക്റ്റീവ് ആക്ഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിന് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്ന കുറച്ച് ഡീവിയേഷൻ പറയുന്നത് എന്താ, ഫസ്റ്റ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ. നമുക്ക് കിട്ടിയ റോ മെറ്റീരിയൽ എന്താണ്, ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് എന്ത് കറക്റ്റീവ് ആക്ഷൻ എടുക്കാം, ചേഞ്ച് ദ സപ്ലയർ ഓർ ക്വാളിറ്റി. അതായത് സപ്ലയറോട് പറയാം എന്താണ്, നിങ്ങൾ തന്ന ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ ആണ്, അപ്പോൾ ഒന്നുകിൽ അത് ഒരു ക്വാളിറ്റിയിൽ മാറ്റി തരണം, അല്ലെങ്കിൽ സപ്ലയർ എന്ത് ചെയ്യാം, ആ ഒരു ഓർഗനൈസേഷന് വേറെ കണ്ടെത്താം. ഇനി അടുത്തത് ഡിഫക്റ്റീവ് മെഷീനറി. മെഷീനറിയിൽ എന്തെങ്കിലും ഡിഫക്ട്സ് വരുമ്പോൾ എന്ത് ചെയ്യാം, അത് റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച ആ ഒരു സപ്ലയറോട് പറഞ്ഞ് അത് റീപ്ലേസ് ചെയ്യുകയോ ചെയ്യാം. അടുത്തത് ഒബ്സലീറ്റ് മെഷീനറി.
അപ്പോൾ എന്ത് വരും? അണ്ടർടേക്ക് ദ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, അതായത് ഒരു ട്രഡീഷണൽ ടെക്നോളജിയിലൊക്കെയാണ് അല്ലെങ്കിൽ പണ്ട് മുതലേ യൂസ് ചെയ്തിരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെഷീനറി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? അണ്ടർടേക്ക് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, അതായത് ആ ഒരു ടെക്നോളജി എന്ത് ചെയ്യാം? അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ട മെഷേഴ്സ് എടുക്കാം, അതായത് ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്ത് അങ്ങനെയുള്ള മെഷീനറി പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം. ഇനി ഇൻക്രീസ് ഇൻ ലേബർ ടേൺ ഓവർ, അതായത് ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ലേബേഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, അതായത് ഒരു ലേബർ വരുന്നു, അവർ കുറച്ചു കാലം ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നു, അവർ പോകുന്നു, നെക്സ്റ്റ് ആൾ വരുന്നു, അങ്ങനെ. അപ്പോൾ ആ ഒരു ലേബർ ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ട മെഷേഴ്സ് എങ്ങനെ എടുക്കാം? ഇംപ്രൂവ് ദ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് പ്രൊവൈഡ് ബെറ്റർ ഇൻസെൻറ്റീവ്സ്. അപ്പോൾ അങ്ങനെ ലേബേഴ്സ് ബിസിനസ് വിട്ടു പോവുക എന്ന് പറയുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് അല്ലാതെ ആവുന്നത് കൊണ്ടാവുമല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ ബിസിനസ്സിന് എന്തുണ്ട്? ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാം, വരുന്ന ലേബേഴ്സിന് ബെറ്റർ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലേബേഴ്സ് എന്ത് ചെയ്യും? ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ഇനി അടുത്തത് ഡിഫക്റ്റീവ് പ്രോസസ്സ്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഡിഫക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം? എക്സിസ്റ്റിംഗ് പ്രോസസ്സ് മോഡിഫൈ ചെയ്യാം, അതായത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി. നെക്സ്റ്റ്, വിച്ച് ആർ ദ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുമെന്ന്. ഇനി ഇങ്ങനെയുള്ള മാനേജീരിയൽ കൺട്രോളിനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് എന്ന്. അതായത് കൺട്രോളിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഓഫ് ടു ടൈപ്സ്, ട്രഡീഷണൽ ടെക്നിക്സ് ആൻഡ് മോഡേൺ ടെക്നിക്സ്. സോ ദ കൺട്രോളിംഗ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഓഫ് ടു ടൈപ്സ്, ട്രഡീഷണൽ മെത്തേഡ്സ് ആൻഡ് മോഡേൺ മെത്തേഡ്സ് ഓർ മോഡേൺ ടെക്നിക്സ്. അപ്പോൾ ഫസ്റ്റ് ട്രഡീഷണൽ ടെക്നിക്സ് എന്തൊക്കെയാണ് എന്ന്. ഒരു മാനേജ്മെൻറ്റ് തൻ്റെ എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഷേഴ്സ് ഏതൊക്കെയാണ്? ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ്, പേഴ്സണൽ ഒബ്സർവേഷൻ, അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയെ എന്ത് ചെയ്യണം? എംപ്ലോയർ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു എംപ്ലോയി ചെയ്യുന്ന വർക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. അതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് എന്തുണ്ട്? നമ്മൾ എപ്പോഴും ഒരാൾ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വർക്ക് ഒന്നുകൂടി നന്നാക്കാൻ നോക്കും. അതാണ് ഇവിടെ പറയുന്ന ടെക്നിക്ക്. എന്താണ്? പേഴ്സണൽ ഒബ്സർവേഷൻ. പേഴ്സണൽ ഒബ്സർവേഷൻ ഓൺ ദി എംപ്ലോയി മേ ക്രിയേറ്റ് എ സൈക്കോളജിക്കൽ പ്രഷർ ടു പെർഫോം വെൽ, അതായത് ആ ഒരു എംപ്ലോയിക്ക് തന്നെ തോന്നുകയാണ് എന്ത്? എന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ എൻ്റെ വർക്ക് ഏറ്റവും നന്നായി ചെയ്യണമെന്ന് ആ ഒരു എംപ്ലോയിക്ക് തന്നെ ഒരു ഇന്നർ മോട്ടിവേഷൻ വരാം. അതാണ് ഇവിടെ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? പേഴ്സണൽ മോട്ടിവേഷൻ. ഇനി രണ്ടാമത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, അതായത് statistical information regarding performance of the employees in the form of charts, graphs, tables, etc. enable the managers to interpret them and to make comparison. അതായത് ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ, ഗ്രാഫ്സ്, അങ്ങനെയുള്ള ചാർട്ടൊക്കെ വരുമ്പോൾ, അതായത് ഇപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും ആ ഒരു പെർഫോമൻസ് ലെവൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതൊക്കെ ചില ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാം? ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വീക്കിലിയും പബ്ലിഷ് ചെയ്യും. ഓരോ എംപ്ലോയീസിൻ്റെ പേര് പറഞ്ഞ് എന്ത് അവർ ഈ മാസം ഇത്ര പെർസെൻറ്റേജ് അച്ചീവ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എംപ്ലോയീസിന് കൂടി അതെന്താണ്? ഒരു മോട്ടിവേഷനാണ്. കൂടെ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത ആ ഒരു എംപ്ലോയിക്ക് എന്താണ്? ഇനിയും ഈ ഒരു ഹയസ്റ്റ് പൊസിഷൻ നിലനിർത്തണം എന്നുള്ള ആ ഒരു ചിന്ത അവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു മാനേജ്മെൻറ്റ് കൺട്രോൾ ടെക്നിക്കാണ്. ഇനി നെക്സ്റ്റ് ആണ് ബ്രേക്ക് ഇവൺ അനാലിസിസ്. നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ബ്രേക്ക് ഇവൺ അനാലിസിസ്. അതായത് ദ ലെവൽ ഓഫ് ഓപ്പറേഷൻ വെർ ടോട്ടൽ റവന്യൂ ഓർ സെയിൽസ് ആർ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഇസ് കോൾഡ് ദ ബ്രേക്ക് ഇവൺ പോയിന്റ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിലെ ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് എന്താണ്? ടോട്ടൽ കോസ്റ്റിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ്, ഏത് പോയിന്റിലാണോ ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് ടോട്ടൽ കോസ്റ്റിലേക്ക് എത്തുന്നത് ആ ഒരു പോയിന്റ് എന്താണ്? ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയാം. ആ ബ്രേക്ക് ഈവൺ പോയിന്റിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓർ സെയിൽസ് വോളിയം ഓഫ് ദി ഫേം മേക്സ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. ആ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യുന്നില്ല? ആ ബിസിനസ്സിന് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടാവുന്നില്ല. അവിടുന്ന് അങ്ങോട്ടാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്?
ഒരു 1,00,000 രൂപയുണ്ടായിരുന്നു. ഈ 1,00,000 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ആ ഒരു കോസ്റ്റിനുള്ള ആ ഒരു റവന്യൂ കിട്ടി തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ്? ബിസിനസ് നഷ്ടത്തിലാവും അല്ലേ? അതല്ല നമ്മൾ ഇറക്കിയ ആ ഒരു എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? പ്രോഫിറ്റ് കിട്ടും. അതാണ് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ എപ്പോഴാണോ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആവുന്നത്, അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എപ്പോഴാണോ നമ്മുടെ ചെലവിന് ഈക്വൽ ആവുന്നത് ആ സമയമാണ് ഇത് ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ പോയിന്റ് കഴിഞ്ഞാലാണ് എന്തെന്നത് ആ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അതായത് നമുക്ക് കൂടുതൽ സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, അതല്ല വീണ്ടും കോസ്റ്റ് കൂടുകയാണെങ്കിൽ അവിടെ ലോസ് ആണ് വരുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു മെഷറാണ്, ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി അടുത്തതാണ് ബഡ്ജറ്ററി കൺട്രോൾ. That is controlling the activities of an organization with the help of budgets. അതായത് ഓരോ സെക്ഷനും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്ര രൂപയാണ് ബഡ്ജറ്റ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവേണം ആ ഒരു കാര്യം ചെയ്യാൻ എന്നുള്ള ആ ഒരു ബഡ്ജറ്ററി മെഷർ എടുക്കുന്നതാണ് ഇവിടെ പറയുന്ന ബഡ്ജറ്ററി കൺട്രോൾ. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ദി കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ടാർഗറ്റ് കൊടുത്തു അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, ഈ ഒരു എമൗണ്ടിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാൻ? നമ്മുടെ ആ ഒരു ചിലവുകളൊക്കെ നോക്കി ആ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന പോലെ ചെയ്യണം അല്ലേ? അതാണ് ഇവിടെ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഫിക്സിംഗ് അപ്പ് ദി ബഡ്ജറ്റ്സ് ഫോർ ഈച്ച് ഓഫ് ദി ആക്ടിവിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ. ദാറ്റ് ഈസ് സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽസ് ബഡ്ജറ്റ് എക്സെട്ര. അപ്പോൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഓർഗനൈസേഷനിൽ എന്തുണ്ട്? ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്തത് വിച്ച് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ മാനേജ്മെൻറ്റ് കൺട്രോളിലെ ഒരു ടെക്നിക്കാണ് ഇത് ബഡ്ജറ്ററി കൺട്രോൾ. ആ ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ബഡ്ജറ്റ് ഈസ് എ ഗൈഡൻസ് ഫോർ മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ആ ഒരു മാനേജ്മെൻറ്റിനുള്ള ഒരു ഗൈഡൻസ് ആണ്. എന്തിന്? പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ, പ്ലാൻ ചെയ്യാനും എടുത്ത പോളിസി ഫോർമുലേറ്റ് ചെയ്യാനുമുള്ള ഒരു ഗൈഡൻസ് ആണ് ഇത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഇത്രയാണ്, ആ എമൗണ്ടിനനുസരിച്ച് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ പറയുന്ന ഒരു ബഡ്ജറ്റ് എന്താണ്? നമ്മുടെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഗൈഡിങ് ഫാക്ടറാണ്. അപ്പോൾ അതാണ് ഇവിടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഗൈഡിങ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിന്? പ്ലാൻ ചെയ്യാനും എടുത്ത പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തുണ്ട്? ബഡ്ജറ്റ് ഒരു ഗൈഡിങ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇറ്റ് ഗിവ്സ് എ ഡയറക്ഷൻ ടു ദി ഓർഗനൈസേഷൻ ബൈ ഫിക്സിംഗ് ദ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ്. അപ്പോൾ ഓർഗനൈസേഷന് ബഡ്ജറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും ആ ഒരു ഓർഗനൈസേഷൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാനും ഗോൾ ഫിക്സ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഡയറക്റ്റിംഗ് ഫാക്ടറായിട്ട് ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇറ്റ് മിനിമൈസസ് വേസ്റ്റേജസ് ആൻഡ് ലോസസ്. അതായത് നമുക്ക് എന്താ ചിലവ് വരുന്നത് എന്ന് നോക്കാം, അതിനനുസരിച്ച് ചെയ്യാമെന്നല്ല ഇവിടെ പറയുന്നത്. ഈ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം കാര്യം ചെയ്യാനെന്നാണ്. അപ്പോൾ അവിടെ വേസ്റ്റേജസും ലോസസും ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആക്ച്വൽ പെർഫോമൻസ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമുക്കറിയാം എത്ര ചിലവ് വരും എന്നുള്ളത് നോക്കാം, എത്രയാണ് ബഡ്ജറ്റ് ഉള്ളതെന്ന് നോക്കാം, എന്നിട്ട് അതിന് ഡീവിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് രണ്ടും തമ്മിൽ ആക്ച്വൽ പെർഫോമൻസും സെറ്റ് ചെയ്ത ബഡ്ജറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അവിടെ പോസിബിൾ ആണ്. ഇറ്റ് മോട്ടിവേറ്റ്സ് ദി എക്സിക്യൂട്ടീവ്സ് ടു അറ്റൈൻ ദ ടാർഗറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് അസൈൻ ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവ്സിനും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. Okay, so these are the advantages of budgetary control. നമ്മൾ പറഞ്ഞു ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ ഏതൊക്കെയാണ്? ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. അതിൽ ട്രഡീഷണൽ ടെക്നിക്സ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ആ ഒരു എംപ്ലോയിയെ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്ന ഒരു ടെക്നിക്, പേഴ്സണൽ ഒബ്സർവേഷൻ. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോംസ് ഓഫ് ചാർട്ട്, ഫോംസ് ഓർ ടേബിൾസ്. Next, break-even analysis. It is the point at which the total revenue or sales is equal to the total cost. And last one, budgetary control. That is setting up a proper budget for each of the activities in the organization. So these are the traditional techniques of management control. Next, which are the modern techniques?
മോഡേൺ ടെക്നിക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് മോഡേൺ ടെക്നിക്കാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ദിസ് ടെക്നിക് ഇസ് യൂസ്ഡ് ടു എൻഷുർ ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് or not in order to get a reasonable amount of return or profit. അതായത് നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടാനാണ് അല്ലേ? ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അതല്ല ഇല്ലേ എന്നുള്ള ആ ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് റിട്ടേൺ ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ, അതായത് ആ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിന് പ്രോപ്പർ റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ഫസ്റ്റ് മെത്തേഡായ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ROI. അതായത് ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് ഇൻകം എത്രയാണോ ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ROI. അപ്പോൾ ഫസ്റ്റ് മോഡേൺ ടെക്നിക്കാണ് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിന് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റലിന് പ്രോപ്പർ റിട്ടേൺ കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് മെത്തേഡാണ് റേഷ്യോ അനാലിസിസ്. This is a simple technique used for analyzing and interpreting data contained in financial statement. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും? ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു റേഷ്യോ അനാലിസിസ് നടത്തും. അതായത് ആ ഒരു ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ആ അനലൈസ് ചെയ്യുകയും ആ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഇത് റേഷ്യോ അനാലിസിസ് എന്ന് പറയും. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റേഷ്യോ അനാലിസിസ് നടത്തും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ അതായത് ഗ്രാജുവേഷനൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ പഠിക്കുന്നത് റേഷ്യോ അനാലിസിസ്. അപ്പോൾ ഇവിടെ പറയുന്ന സെക്കൻഡ് ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ആ ഒരു ഡാറ്റ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുക. ദാറ്റ് ഈസ് ഇൻ എ ക്ലാസ് റൂം ദർ ആർ 4 boys and 2 girls. ഒരു ക്ലാസ്സിൽ എന്തുണ്ട്? 4 boys and 2 girls ഉണ്ട്. അപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഒന്നുകിൽ 4:2 എന്ന് പറയാം, അതല്ലെങ്കിൽ എന്താ അതിൻ്റെ ലീസ്റ്റ് ഫോമിലേക്ക് ആക്കി 2:1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ റേഷ്യോ അനാലിസിസ് ചെയ്യുന്നതാണ് സെക്കൻഡ് മെത്തേഡ്. ദാറ്റ് ഈസ് ദിസ് ഇസ് ഡൺ ത്രൂ കാൽക്കുലേറ്റിംഗ് ദി അക്കൗണ്ടിങ് റേഷ്യോസ്. എ റേഷ്യോ ഇസ് എൻ അരിത്മെറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ്. റേഷ്യോ എന്താണെന്ന് നമുക്കറിയാം. 2 ഫിഗേഴ്സ് തമ്മിലുള്ള ആ ഒരു അരിത്മെറ്റിക്കൽ റിലേഷൻഷിപ്പിനെയാണ് റേഷ്യോ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടിങ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ആ ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെ മാനേജ്മെൻറ്റിന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ റേഷ്യോസിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ ഇസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദി ബിസിനസ്. ആ ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേമിലെ ആ ഒരു സോൾവൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഷോസ് ദി എബിലിറ്റി ഓഫ് എ ബിസിനസ് ടു മീറ്റ് ഇറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ഇൻ ടൈം. അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് തീരുമാനിക്കുന്നതാണ് ഇത് ലിക്വിഡിറ്റി റേഷ്യോ. അതിനുവേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. അതായത് കറണ്ട് റേഷ്യോ കാണാൻ എന്താ? കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് ക്വിക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു ലിക്വിഡ് അസെറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ ഇനി ഡിഗ്രിക്കൊക്കെ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയാണ് കറണ്ട് റേഷ്യോ ആൻഡ് ലിക്വിഡ് റേഷ്യോ. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ. ഫസ്റ്റ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ പറഞ്ഞു. സെക്കൻഡ് ലിക്വിഡിറ്റി റേഷ്യോ എന്തിനാണ്? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ആ ഒരു ബിസിനസ്സിന് മീറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. രണ്ടാമത്തതാണ് സോൾവൻസി റേഷ്യോ. Solvency ratio means the long-term solvency which refers to the ability to meet all liabilities in the event of liquidation. അതായത് ആ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിൻ്റെ എന്താണ് എല്ലാ ഒബ്ലിഗേഷൻസും മീറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് തീരുമാനിക്കുന്നതാണ് സോൾവൻസി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ എന്താ? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യുന്നതും സോൾവൻസി റേഷ്യോ എന്താ? ലോങ് ടേം ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഓൾ ലയബിലിറ്റീസ് ഓഫ് ദി ബിസിനസ് അത് മീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇവിടെ സോൾവൻസി റേഷ്യോ എങ്ങനെയാണ് കാണുക? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഫോർമുല ഇസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഈ ഒരു ഫോർമുല നിങ്ങൾ എഴുതണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഏതൊക്കെയാണ് റേഷ്യോസ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ടു നോ ദ പ്രോഫിറ്റബിലിറ്റി ഇൻ റിലേഷൻ ടു സെയിൽസ് ഓർ ക്യാപിറ്റൽ ഇൻ ദ ബിസിനസ്. അതായത് ബിസിനസ്സിൽ നടന്ന സെയിൽസ്, ബിസിനസ്സിലുള്ള ക്യാപിറ്റൽ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അതായത് ഇവിടെ എന്താണ്, എത്രയാണോ നെറ്റ് പ്രോഫിറ്റ്, ആ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100 ആണ് എന്ത്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കി വെക്കുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ള ഏതെങ്കിലും ഒരു 2 എക്സാമ്പിൾ നോക്കി വെക്കുക പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ നോക്കി, സോൾവൻസി റേഷ്യോ നോക്കി, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ആൻഡ് നെക്സ്റ്റ് ഇസ് ടേൺ ഓവർ റേഷ്യോ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ സെയിൽസ്. അപ്പോൾ ഇറ്റ് റിഫ്ലെക്ട്സ് ദ സ്പീഡ് അറ്റ് വിച്ച് റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഇഫക്റ്റീവ് സെയിൽസ്. അതായത് ബിസിനസ്സിലെ സെയിൽസ് നടക്കാൻ ആ ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് ഇത് ടേൺ ഓവർ റേഷ്യോ. അതായത് എ ഹയർ ടേൺ ഓവർ റേഷ്യോ മീൻസ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ടേൺ ഓവർ റേഷ്യോ കൂടുതലാണ് എങ്കിൽ എന്താണ്, ബിസിനസ്സിലെ റിസോഴ്സസ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ടേൺ ഓവർ റേഷ്യോ കാണാൻ എന്താ, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ഇൻവെൻറ്ററി. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ എഴുതാം. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിൽ ഉൾക്കൊള്ളിക്കാം. ഓക്കെ, അപ്പോൾ മോഡേൺ ടെക്നിക്സ് നമ്മൾ 2 ടെക്നിക്സ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടെക്നിക്കാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. എന്താ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആർ ടേക്കൺ ആസ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൻസിനോ എന്ത് ചെയ്യാണ്, ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ എന്ത് പറയാം, ആ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ സെൻറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ അച്ചീവിങ് ദ ടാർഗറ്റ് ഫിക്സഡ്. അപ്പോൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിനാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തതെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരാണോ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത് അയാൾക്കാണ് എന്ത്, ആ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനുള്ള ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആ ഒരു പേഴ്സണിനായിരിക്കും. നിങ്ങളിപ്പോൾ ആ ഒരു ഫിലിം രാക്ഷസി എന്താ പറഞ്ഞ ആ ഒരു ജ്യോതികയുടെ ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താ, ആ ഒരു സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഒരു പ്രത്യേക ടീച്ചർക്കായിരിക്കും. 1 day HM എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ റെസ്പോൺസിബിലിറ്റി ആ ഒരു പെർട്ടിക്കുലർ ടീച്ചർക്കായിരിക്കുമെന്ന്. അപ്പോൾ അതുപോലെ എന്തുണ്ട്, ഒരു മോഡേൺ ടെക്നിക്കാണ്, മാനേജ്മെൻറ്റ് കൺട്രോൾ ടെക്നിക്കാണ് ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സെക്ഷനോ അല്ലെങ്കിൽ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിനോ എന്ത് ചെയ്യും, അതിനെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിന് വേണ്ടിയിട്ട് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനോ ഡിപ്പാർട്ട്മെൻറ്റിനോ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, which are the different types of responsibility centers? First ആണ് cost center. Cost center എന്താ? It is a location, a person, a department or an item of equipment for which the cost is ascertained and used for cost control. അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഐറ്റം ആവാം. അപ്പോൾ എന്താണോ അവിടെ പറയുന്ന ആ ഒരു ഐറ്റം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൊക്കേഷൻ, പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെയുള്ള ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം, അതിലെന്താണ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഇസ് അസർട്ടൈൻഡ് ഓർ യൂസ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഈ പറഞ്ഞ ഒരു ലൊക്കേഷനോ പേഴ്സണോ അല്ലെങ്കിൽ ഐറ്റം പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉള്ളത് തന്നെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താ, ഇൻ എ മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ്
എ കോസ്റ്റ് സെൻറ്റർ. അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേണിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലാണെങ്കിൽ അവിടെ പറയുന്ന കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഏതാ? ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ? കാരണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, അവിടെ റോ മെറ്റീരിയൽസ് വരുന്നതും എംപ്ലോയി ചെയ്യുന്നതും വർക്ക് നടക്കുന്നതും ഒക്കെ എവിടെയാണ്? ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കൺസേണിലെ മെയിൻ സെൻറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുപോലെ പ്രൊഡക്ഷൻ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ് ഇൻ ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഡക്ഷൻ മാനേജറാണ് എന്ത് മൊത്തം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. അപ്പോൾ അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? പ്രൊഡക്ഷൻ മാനേജർക്കാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ലൊക്കേഷനെയോ അല്ലെങ്കിൽ ആരാണോ അവിടെ വരുന്ന വ്യക്തി, ആ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആർക്കാണോ അതാണ് അവിടെ കോസ്റ്റ് സെൻറ്റർ. ഓക്കെ, ഇനി അടുത്തതാണ് റവന്യൂ സെൻറ്റർ. റവന്യൂ സെൻറ്റർ എന്ന് പറയുമ്പോൾ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഏണിംഗ് റവന്യൂ. അതായത് ഒരു ഓർഗനൈസേഷനിൽ റവന്യൂ അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ പേഴ്സൺ ആരാണോ അതാണ് അവിടെ റവന്യൂ സെൻറ്റർ എന്ന് പറഞ്ഞു. അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് എ റവന്യൂ സെൻറ്റർ. അതായത് നമുക്കറിയാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ത് എപ്പോഴും ആ ഒരു പ്രോഡക്റ്റ് ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്ത് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഓർഗനൈസേഷനുമായി റിലേറ്റഡ് ആകുമ്പോൾ എപ്പോഴും ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് ആ ഒരു ഓർഗനൈസേഷൻ റവന്യൂ സെൻറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പ്രോഫിറ്റ് സെൻറ്റർ. എന്താ പ്രോഫിറ്റ് സെൻറ്റർ? എ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ആ പേര് പോലെ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ആരാണോ അവിടെ റെസ്പോൺസിബിൾ അതാണ് എന്ത് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൻറ്റർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ് ആൻഡ് ദെർബൈ പ്രോഫിറ്റ് ഫോർ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. അതായത് ആ ഒരു റവന്യൂ ഏൺ ചെയ്യുക മാത്രമല്ല എന്താണ് കോസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ഇത് പ്രോഫിറ്റ് സെൻറ്റർ. That is, repair and maintenance department may be treated as a profit center provided it bills other departments for their services. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ആ ഒരു ഓർഗനൈസേഷനിലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് പറയാം? ഒരു പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ട് പറയാം. അതായത് എന്താണ് പ്രൊവൈഡഡ് ഇറ്റ് ബിൽസ് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദെയർ സർവീസസ്. അതായത് മറ്റു സർവീസസിന് വേണ്ട റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്നത് ആരാണ്? ഈ റിപ്പയർസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അതൊരു പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ട് പറയാം. ഇനി അടുത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്താ? ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റഡ് ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടേക്കൺ ആസ് എ ബേസിസ് ഫോർ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദാറ്റ് സെൻറ്റർ. അതായത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അതൊരു ഓർഗനൈസേഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും എങ്ങനെയാണ്? രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ടേക്കൺ ആസ് ദ ബേസിസ് ഫോർ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദാറ്റ് സെൻറ്റർ അല്ലേ? അതായത് നമുക്കറിയാം നമ്മളൊരു ബിസിനസ്സിൽ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതവിടെ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് അതിൽ നിന്നും നമുക്കൊരു റിട്ടേൺ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ എന്ത് ആ ഒരു പ്രോഫിറ്റ് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുക അല്ലേ? അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലല്ലോ. അപ്പോൾ അവിടെ രണ്ടും എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ എന്ത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ആയിട്ട് കണക്കാക്കുക. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. അതെന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്താണ്? നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വർഷത്തിനല്ല അല്ലേ? ആ ഒരു ബിസിനസ് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം ആ ഒരു ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യാമെന്ന ആ ഒരു അസംഷനിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ആണ്. കാരണം അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മോഡേൺ ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്.
that it is necessary to evaluate the efficiency of the management to ascertain whether the performance of management is according to its expected lines. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഇവിടെ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ടാർഗറ്റിനനുസരിച്ച് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. ആ ഒരു മാനേജ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നത്, അതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. Management audit reveals the achievements of the management against the expected performance and also the weaknesses are pointed out. അപ്പോൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂടി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇനി ലാസ്റ്റ് വൺ ആണ് PERT ആൻഡ് CPM. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജ്മെൻറ്റ് കൺട്രോൾ ടെക്നിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത്, PERT ആൻഡ് CPM. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ് PERT. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ് PERT എങ്കിൽ CPM എന്താ? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, എ നെറ്റ്വർക്ക് അനാലിസിസ് ടെക്നിക് ടു ഡിറ്റർമൈൻ ദ ടൈം ടു കംപ്ലീറ്റ് എ കോംപ്ലക്സ് പ്രോസസ്സ്. അതായത് ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം എന്താ? ഒരു കോംപ്ലക്സ് പ്രോസസ്സ് അച്ചീവ് ചെയ്യാൻ എടുക്കേണ്ട ടൈം ആണ് ഇവിടെ പറയുന്ന ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ പറയുന്ന 4 days ആണ് എന്ത്? ആ ഒരു ടാർഗറ്റ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ട ടൈം. ഓക്കെ, വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് PERT ആൻഡ് CPM. ഫസ്റ്റ് എന്ത് ചെയ്യും? ദ പ്രൊജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. മൊത്തം പ്രൊജക്റ്റിനെ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആക്കി ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ്, develop a network diagram incorporating all activities with a starting point and finishing point. അടുത്തത് എന്ത് ചെയ്യും? ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ ഓരോ എംപ്ലോയീസും ചെയ്യേണ്ട വർക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് അസൈൻ ചെയ്യും. അപ്പം എന്താ? 3 എസ്റ്റിമേറ്റ് ചെയ്യും. അതായത് നമുക്ക് ഹോപ്പ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളത്, അതുപോലെ മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് ആയിട്ടുള്ള, അതായത് നമുക്ക് എങ്ങനെ പോയാലും അത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള 3 ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് എന്ത് ചെയ്യും? അവിടെ ഡെവലപ്പ് ചെയ്യും. ഇനി 4th പോയിന്റ് ആണ് ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് മാനേജർ പറയുകയാണെന്ത്, എങ്ങനെ പോയാലും നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ മിനിമം ഇത്ര ടൈമും ലോങ്ങസ്റ്റ് ഇത്ര ടൈമുമാണ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ക്രിട്ടിക്കൽ പാത്ത് അവിടെ ഫിക്സ് ചെയ്യും. ഇനി അടുത്തത് പ്ലാൻ മേ ബി മോഡിഫൈഡ് ഫോർ പ്രോംപ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. ഇനി ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ എടുത്ത പ്ലാനിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? ആ ഒരു പ്രൊജക്റ്റ് മാനേജർക്ക് വരുത്താം. ആ ഒരു ടൈമിനനുസരിച്ച്, അതായത് നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ആ ഒരു പ്ലാനിൽ എടുക്കാം. ഇതാണ് ഈ പറഞ്ഞ മോഡേൺ ടെക്നിക്, അതായത് PERT ആൻഡ് CPM. ജസ്റ്റ് ആ ഒരു സ്റ്റെപ്സ് മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്തതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇവിടെ എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഓൺ എ റിയൽ ടൈം ബേസിസ്, സപ്പോർട്ട്സ് ദി മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ഓൺ ഡീവിയേഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്ന മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ ഒരു ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാ ബേസിനെ എന്ത് ചെയ്യാണ്? The computer-based information system which provides data and information on a real-time basis supports the management. അപ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലെ ഡാറ്റ, അതായത് ഒരു ഡാറ്റാബേസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യും? അത് യൂസ് ചെയ്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ എടുക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് the management to take decisions and to take correct actions on deviations. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാണ്? ഡിസിഷൻ മേക്കിംഗ് എടുക്കുകയാണ്. അതുപോലെ ഈ പറഞ്ഞ ഡീവിയേഷൻസ് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന മെഷേഴ്സും എടുക്കുന്നത് എന്താണ്? ഈ ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് MIS എന്തൊക്കെയാണ് എന്ന്. ഫസ്റ്റ് എന്താ? കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അത് പ്രോസസ്സ് ചെയ്യുകയും ഡിസെമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ്?
ആ ഒരു ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസ് ഇൻഫർമേഷൻ സിസ്റ്റമിനെ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഡിസമിനേറ്റ് ചെയ്യുക. പിന്നെ MIS സപ്പോർട്ട്സ് പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എന്തുണ്ട്, ആ ഒരു ഡാറ്റാബേസ് സിസ്റ്റം വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ക്വാളിറ്റി ഓഫ് ദി ഇൻഫർമേഷൻ ഇസ് ഇംപ്രൂവ്ഡ്. അതായത് ആ ഒരു ഇൻഫർമേഷൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ കഴിയും. കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അവൈലബിൾ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. മാനേജേഴ്സ് ആർ നോട്ട് ഓവർലോഡഡ് വിത്ത് ടു മെനി ഇൻഫർമേഷൻ. എന്താണ്, മാനേജേഴ്സ് തന്നെ കംപ്ലീറ്റ് റിമൈൻഡ് ചെയ്ത് വെക്കണമെന്നില്ല. എന്താണ്, ദേ ആർ നോട്ട് ഓവർലോഡഡ് വിത്ത് ടു മെനി ഇൻഫർമേഷൻ. സോ ദീസ് ആർ ദ മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. ഏതൊക്കെയാണ്? ഫസ്റ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുക. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും എത്രയാണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു മാനേജ്മെൻറ്റ് കൺട്രോൾ മെഷേഴ്സ് എടുക്കാം. രണ്ടാമത്തത് റേഷ്യോ അനാലിസിസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് പറഞ്ഞു. ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതുപോലെ ഇൻവെൻറ്ററി റേഷ്യോ എന്നൊക്കെ പറഞ്ഞു. അടുത്തത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അതായത് റെസ്പോൺസിബിൾ സെൻറ്റേഴ്സ് ആക്കി മാറ്റി അതിൻ്റെ ആ ഒരു സെക്ഷൻ്റെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് പറഞ്ഞു. പിന്നെ PERT ആൻഡ് CP. സോ ദീസ് ആർ ദ മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. ഏതൊക്കെയാണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI, റേഷ്യോ അനാലിസിസ്, ഡിഫറെൻറ്റ് റേഷ്യോ അനാലിസിസ് പറഞ്ഞു, ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി എന്നൊക്കെ പറഞ്ഞ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആൻഡ് PERT ആൻഡ് CPM. Okay, so today we discussed about the chapter 8, controlling, that is the meaning of controlling, importance, limitations, steps in the process of controlling. And after that we discussed about the techniques in the management control, that is traditional techniques and modern techniques. Hope you understood today's class. If you have any doubt, you can contact me. Thank you for watching.